ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും PSC എഡ്യൂക്കേഷൻ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ തൊട്ട് മുൻപേയുള്ള 2 ക്ലാസ്സുകളും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിനെ കാണാനായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അത് കണ്ടിട്ട് ഇത് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അതുമാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ അതിന് താഴെയായിട്ടുള്ള സബ്സ്ക്രൈബ് ബട്ടണും അതുപോലെ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. പ്രസൻറ്റ് ടെൻസിനെയും പാസ്റ്റ് ടെൻസിനെയും കുറിച്ച് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ഫ്യൂച്ചർ ടെൻസും അതിൻ്റെ 4 ഡിവിഷൻസും ആണ് പഠിക്കുന്നത്. നമുക്കറിയാം, പ്രസൻറ്റ് ടെൻസിനും പാസ്റ്റ് ടെൻസിൻ്റെയും 4 ഡിവിഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ സഹായത്തോടെ നമ്മൾ ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നത് ഫ്യൂച്ചർ ടെൻസും അതിൻ്റെ 4 ഡിവിഷൻസുമാണ്. ഫ്യൂച്ചർ ടെൻസിൻ്റെ 4 ഡിവിഷൻസ് ഏതൊക്കെയാണ്? സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ 4 ഡിവിഷൻസ് ആണ് ഇതിന് ഉള്ളത്. എല്ലാ സെൻറ്റൻസുകൾക്കും ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് ഞാൻ ആദ്യം മുതൽ തന്നെ പറയുന്നതാണ്. അതുപോലെ തന്നെ വെർബിൻ്റെ V1 ഫോം, V2 ഫോം, V3 ഫോം അല്ലെങ്കിൽ വെർബിൻ്റെ ING ഫോം, ഇതൊക്കെ തന്നെ ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ കേട്ടതിന് ശേഷം, അതൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ സ്ട്രക്ചർ എന്തെങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് പ്ലസ് V1 ഫോം. സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാല് പ്ലസ് V1 ഫോം ആണ് ഏതെന്ന് പറയുന്നത്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചല്ലോ. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് V1 ഫോം വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫ്യൂച്ചർ ടെൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെ, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്യൂച്ചർ ടെൻസ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസും മറ്റുള്ള കാര്യങ്ങളും ഒന്ന് നോക്കാം. അത് മാത്രമല്ല, മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഫ്യൂച്ചർ ടെൻസിൽ ഫസ്റ്റ് പേഴ്സൺ I, V എന്നിവയുടെ കൂടെ എന്തായിരിക്കും ചേർക്കുന്നത്? ഷാൽ ആയിരിക്കും ചേർക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ I, V എന്നിവയുടെ കൂടെ എന്താണ് ചേർക്കുന്നത്? ഷാൽ ആയിരിക്കും ചേർക്കുന്നത്. അതുപോലെ തന്നെ തേർഡ് പേഴ്സൺ ഹി, ഷീ, ഇറ്റ്, ദേ ഇങ്ങനെയൊക്കെ വന്നാൽ അതിൻ്റെ കൂടെ എന്തേ ചേർക്കുള്ളൂ? വില്ലേ ചേർക്കുള്ളൂ. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്? ഫസ്റ്റ് പേഴ്സൺ I, വിയുടെ കൂടെ ഷാലും അതുപോലെ തേർഡ് പേഴ്സൺ ഹി, ഷീ, ഇറ്റ്, ദേ എന്നിവയുടെ കൂടെ വില്ലുമാണ് യൂസ് ചെയ്യുന്നത്. അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഓർത്ത് വയ്ക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൽ ചില ഹിൻഡ് വേർഡ്സ് ഉണ്ടാവും. ആ ഹിൻഡ് വേർഡ്സ് നമ്മൾ പ്രസൻറ്റ് ടെൻസിനും പാസ്റ്റ് ടെൻസിനും ഒക്കെ ഇതുപോലെ പറഞ്ഞിട്ടുള്ളതാണ്. സിമ്പിൾ പ്രസൻറ്റിനും പാസ്റ്റിനും ഒക്കെ നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനും ചില ഹിൻഡ് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് ഹിൻഡ് വേർഡ്സ്? ടുമാറോ, ഡേ ആഫ്റ്റർ ടുമാറോ, സൂൺ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വിചാരിക്കണം അത് എന്ത് ടെൻസാണ്? ഫ്യൂച്ചർ ടെൻസ് ആണ്. അതുപോലെ തന്നെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഹിൻഡ് വേർഡ്സ്? ടുമാറോ, ഡേ ആഫ്റ്റർ ടുമാറോ, സൂൺ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഹിൻഡ് വേർഡ്സ് വരുന്നുണ്ടാവുക. ഇനി നമുക്ക് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഏതാണ്ട് 6ഓളം സാഹചര്യങ്ങളിൽ, 6ഓളം സിറ്റുവേഷൻസിൽ ഈ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കാറുണ്ട്. 6 സിറ്റുവേഷൻസ് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്, വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ എന്തൊക്കെയാണ് 6 സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാനായിട്ട് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലേ? അപ്പോൾ അതിന് എക്സാമ്പിൾസ് നോക്കിക്കേ. 1, ഷീ വിൽ കം ഹിയർ ടുമാറോ. ആദ്യമേ ശ്രദ്ധിച്ചേ, ടുമാറോ കണ്ടപ്പോഴേ മനസ്സിലാക്കണം ഇതെന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ സ്ട്രക്ചർ എന്താ? സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാല് പ്ലസ് V1 ഫോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ I സബ്ജക്റ്റ്, അതുപോലെ തന്നെ ഷാല് വന്നു, പിന്നെ V1 വെർബിൻ്റെ ഫസ്റ്റ് ഫോം റൈറ്റ്, അല്ലേ? അപ്പോൾ മനസ്സിലായല്ലോ.
സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഷീ വിൽ കം ഹിയർ ടുമാറോ. അവൾ നാളെ ഇവിടെ വരുമായിരിക്കും, അല്ലേ? അവൾ നാളെ ഇവിടെ വരും എന്ന് പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഷീ വിൽ കം ഹിയർ ടുമാറോ എന്ന് പറയുമ്പോൾ വില്ല് കം വെർബിൻ്റെ ഫസ്റ്റ് ഫോം. രണ്ടാമത്തെ എക്സാമ്പിളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ ആദ്യം നോക്കി, ഷീ വിൽ കം ഹിയർ ടുമാറോ, അതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. അപ്പോൾ ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ്, വിൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് പ്ലസ് വില്ല്, പിന്നെ വെർബിൻ്റെ ഫസ്റ്റ് ഫോം ടുമാറോ എന്നുള്ള ഹിൻഡ് വേർഡ്. അപ്പോൾ അവൾ നാളെ ഇവിടെ വരുമായി. അതുപോലെ തന്നെ ഈ സെൻറ്റൻസിൽ നോക്കിയേ, ഐ ഷാൽ റൈറ്റ് എ ലെറ്റർ നെക്സ്റ്റ് വീക്ക്. ഐ ഷാൽ റൈറ്റ് എ ലെറ്റർ നെക്സ്റ്റ് വീക്ക്. അപ്പോൾ നോക്കി, സബ്ജക്റ്റ് വന്നു, അതുപോലെ തന്നെ ഷാല് വന്നു. ഷാൽ അല്ലേ, ഐ ആയതുകൊണ്ടാണ് എന്ത് വന്നത്? ഷാല്. ഐ ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ നമ്മൾ പറഞ്ഞതാണ്, ഐയുടെയും വീയുടെയും കൂടെ ഏതാണ് വരിക? ഷാല് വരും. അതുപോലെ തന്നെ ഹീ, ഷീ, ഇറ്റ്, ദേ എന്നിവയുടെ കൂടെ എന്തും വരും എന്ന് പറഞ്ഞു? വില്ല് വരും എന്ന് പറഞ്ഞു. അതുപോലെ വന്നിട്ടുണ്ട്. ഷീയുടെ കൂടെ എന്താ വന്നിരിക്കുന്നത്? വില്ലാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഐയുടെ കൂടെ എന്താ വന്നിരിക്കുന്നത്? ഷാലാണ് വന്നിരിക്കുന്നത്. രണ്ടിൻ്റെ വെർബിൻ്റെ ഫസ്റ്റ് ഫോം. അതുപോലെ തന്നെ ഹിൻഡ് വേർഡ്സും കൊടുത്തിട്ടുണ്ട്, ടുമാറോ, നെക്സ്റ്റ് വീക്ക്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ് ഇവിടെ രണ്ടും പറഞ്ഞത്. അപ്പോൾ ഈ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഹിൻഡ് വേർഡ്സ് നമ്മൾ മനസ്സിലാക്കി. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ടുമാറോ, ഡേ ആഫ്റ്റർ ടുമാറോ അങ്ങനെയുള്ള ഹിൻഡ് വേർഡ്സ്. അതുപോലെ തന്നെ സബ്ജക്റ്റിൻ്റെ സ്ട്രക്ചർ, സബ്ജക്റ്റ് പ്ലസ് അതുപോലെ തന്നെ വില്ല്, ഷീ ആയതുകൊണ്ടാണ് വില്ല് വന്നത്. പിന്നെ വെർബിൻ്റെ ഫസ്റ്റ് ഫോം. അതുപോലെ തന്നെ സബ്ജക്റ്റ് ഐ ഷാൽ റൈറ്റ് എന്നുള്ളതിൽ സബ്ജക്റ്റ് ഷാൽ, ഐ ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ ഷാൽ വരുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. അതുപോലെ വെർബിൻ്റെ ഫസ്റ്റ് ഫോം. ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് സിറ്റുവേഷൻ ഏതാണെന്ന് ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ്, ഫ്യൂച്ചർ പ്രഡിക്ഷൻസ് എന്ന് പറയുമ്പോൾ ഭാവിയിൽ മുൻകൂട്ടി തീരുമാനിക്കുകയാണ്, ഭാവിയിൽ വരാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ പ്രഡിക്ഷൻ നടത്തുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തിങ്ക്, ബിലീവ്, ഹോപ്പ്, എക്സ്പെക്റ്റ്, പ്രതീക്ഷയാണ്. ഭാവിയിൽ നടക്കും, മുൻകൂട്ടി തീരുമാനിക്കുകയാണ്, ഭാവിയിൽ നടക്കും, അല്ലെങ്കിൽ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി ഏത് ടെൻസാണ് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂച്ചർ പ്രഡിക്ഷൻസ് സൂചിപ്പിക്കാൻ വേണ്ടി ഏത് ടെൻസ് യൂസ് ചെയ്യുന്നു? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു, നോക്കിക്കേ. ഏതൊക്കെയാണ് സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞത്? തിങ്ക് ആയിരിക്കാം, ബിലീവ്, ഹോപ്പ്, എക്സ്പെക്റ്റ്. ഐ ബിലീവ് അല്ലേ, ബിലീവ് സബ്ജക്റ്റ്, അതുപോലെ തന്നെ വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഐ ബിലീവ്. ഇറ്റ് വിൽ ഹാപ്പൻ അല്ലേ, ഇറ്റ് ഞാൻ പറഞ്ഞു സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ ഇറ്റിൻ്റെ കൂടെ എന്തേ വരുള്ളൂ എന്ന് പറഞ്ഞു? വിൽ വരൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്? ഹാപ്പൻ. ഐ ബിലീവ് ഇറ്റ് വിൽ ഹാപ്പൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഫ്യൂച്ചർ പ്രഡിക്ഷൻസ്, ഭാവിയിൽ നടക്കാൻ പോകുന്ന, അങ്ങനെ പ്രതീക്ഷിക്കുകയാണ്, ഇങ്ങനെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ തിങ്ക് ആകാം, ബിലീവ് ആകാം, ഹോപ്പ് ആകാം, എക്സ്പെക്റ്റ് ആകാം. അപ്പോൾ ഈ പറഞ്ഞ ആ കാര്യങ്ങൾ വന്നാൽ അതിലെന്തായിരിക്കും യൂസ് ചെയ്യുക? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കും യൂസ് ചെയ്യുക. നെക്സ്റ്റ്, ടു ഡിനോട്ട് പ്രോമിസ്, ഓഫർ, റിക്വസ്റ്റ്, വാണിംഗ്. അപ്പോൾ എന്തിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്? പ്രോമിസിനെ സൂചിപ്പിക്കാൻ, ഉറപ്പ് അല്ലേ, ഓഫറിനെ വാഗ്ദാനമാണ്, റിക്വസ്റ്റ് അപേക്ഷയെ സൂചിപ്പിക്കാൻ, വാണിങ്ങിനെ മുന്നറിയിപ്പിനെ സൂചിപ്പിക്കാൻ ഒക്കെ ഏത് ടെൻസാണ് യൂസ് ചെയ്യുന്നത്? ആ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ടു ഡിനോട്ട് പ്രോമിസ്, ഓഫർ, റിക്വസ്റ്റ്, വാണിങ്, ഇതിനെയൊക്കെ സൂചിപ്പിക്കാൻ ഏത് ടെൻസ് യൂസ് ചെയ്യുന്നു? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നു. നോക്കിയേ അതിൻ്റെ എക്സാമ്പിൾ, ഐ വിൽ ബി ദെയർ ബൈ നെക്സ്റ്റ് സൺഡേ അല്ലേ, ഐ വിൽ ബി ദെയർ ബൈ നെക്സ്റ്റ് സൺഡേ. ഐ വിൽ ബി, ഇവിടെ ബി കാണുമ്പോൾ നിങ്ങൾ സംശയമൊന്നും തോന്നണ്ട, ഇവിടെ ഉണ്ടാകുമെന്ന് പ്രോമിസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ്, അതുപോലെ തന്നെ ഐയുടെ കൂടെ എന്തേ വരുള്ളൂ എന്ന് പറഞ്ഞു? വില്ല് വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഐ വിൽ ബി ദെയർ ബൈ, ഇവിടെ പ്രോമിസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബി കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ബി ഫ്യൂച്ചർ ടെൻസിൻ്റെ വേറൊരു ഫോമിലാണ്, അത് അടുത്തതായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും ഓർത്ത് വയ്ക്കുക. ഐ വിൽ സബ്ജക്റ്റ് പ്ലസ് വില്ല് അങ്ങനെ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഓർത്ത് വയ്ക്കുക, ഇത് ഏത് കേസിലാണ് വന്നിരിക്കുന്നത്? ടു ഡിനോട്ട് പ്രോമിസ് ആണ് അല്ലേ, ഞാനവിടെ ഉണ്ടാകും, ആ ഉറപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ്, അവിടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് ഈസിൻ്റെ ഫോമായ ബി അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ ഇതിൻ്റെ സ്ട്രക്ചർ അല്ല. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വില്ല് അല്ലേ.
അടുത്ത നോക്കിയേ, നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ടു ഡിനോട്ട് ഇൻസ്റ്റൻറ്റ് ഡിസിഷൻസ് പെട്ടെന്നുള്ള തീരുമാനങ്ങളെ കാണിക്കാനായിട്ട്, പെട്ടെന്ന് വരുന്ന തീരുമാനങ്ങളെ കാണിക്കാനായിട്ട് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പെട്ടെന്ന് വരുന്ന തീരുമാനങ്ങൾ? അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്, ഇൻസ്റ്റൻറ്റ് ഡിസിഷൻസ്, പെട്ടെന്നുള്ള തീരുമാനങ്ങൾ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കൂ. ദ ഫോൺ ഈസ് റിംഗിങ്, I will go and answer it. The phone is ringing. I will go and answer it. ഫോൺ റിങ് ചെയ്യുന്നു, എനിക്ക് പോയി അതിനെ ആൻസർ ചെയ്യണം അല്ലേ. ഫോൺ റിങ് ചെയ്യുന്നു, അത് കണ്ടിന്യൂസ് ടെൻസിലാണ് പറഞ്ഞല്ലേ. അടുത്ത് നോക്കിയേ, I will go and answer it. I will അല്ലേ, I വെർബിൻ്റെ ഫസ്റ്റ് ഫോം വന്നു, I പ്ലസ് will പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം വന്നു. അപ്പോൾ ഓർത്ത് വയ്ക്കുക, പെട്ടെന്നുള്ള സഡൻ ആയിട്ടുള്ള ഡിസിഷൻസിനെ, ഇൻസ്റ്റൻറ്റ് ഡിസിഷൻസിനെ കാണിക്കാനും ഏത് ടെൻസാണ് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസാണ് യൂസ് ചെയ്യുന്നത്. ഇനി നോക്കിക്കേ അടുത്തത്, ടു ഷോ വില്ലിങ്നെസ് സമ്മതം അല്ലെങ്കിൽ ചെയ്യും, അത് സമ്മതം കാണിക്കാൻ വേണ്ടിയിട്ട്, ഉറപ്പ് കാണിക്കാൻ, വില്ലിങ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ടും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസാണ് യൂസ് ചെയ്യുന്നത്. അപ്പം വില്ലിങ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വില്ലിങ്നെസ് അല്ലേ, വില്ലിങ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എക്സാമ്പിൾ, ഹി വിൽ ഡു ദാറ്റ്. അവിടെ ഉറപ്പ് കൊടുക്കുകയാണ്, അവൻ അത് ചെയ്യും. ഹി വിൽ ഡു ദാറ്റ്, അവനത് ചെയ്തേക്കും അല്ലേ, അവനത് ചെയ്തേക്കും. ഹി വിൽ ഡു ദാറ്റ്, അവനത് ചെയ്യും. അപ്പോൾ ആ വില്ലിങ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഹി വിൽ അവന് ചെയ്യാൻ കഴിയുമ്പോൾ ആ വില്ലിങ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സബ്ജക്റ്റും വില്ലും അതുപോലെ തന്നെ വെർബിൻ്റെ ഫസ്റ്റ് ഫോമും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്ന മറ്റൊരു സാഹചര്യമാണ് ഏതെന്ന് പറയുന്നത്, വില്ലിങ്നെസ്സിനെ കാണിക്കാൻ വേണ്ടി. നെക്സ്റ്റ് ഇൻട്രോഗേറ്റീവ് ഫോം എന്ന് പറയും. ഇൻട്രോഗേറ്റീവ് നമ്മൾ സെൻറ്റൻസ് പഠിക്കുമ്പോൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിനെ കുറിച്ചൊക്കെ പഠിക്കും. ഇൻട്രോഗേറ്റീവ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ക്വസ്റ്റ്യൻ ആണ്. ചോദ്യരൂപത്തിലുള്ള ഫോം, ചോദ്യരൂപത്തിലുള്ള സെൻറ്റൻസുകളിൽ ഏത് ടെൻസ് യൂസ് ചെയ്യാറുണ്ട്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ചില സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട്, ചില ചോദ്യരൂപത്തിലുള്ള സെൻറ്റൻസുകളിൽ. അതാണ് ഇൻട്രോഗേറ്റീവ്, ചോദ്യരൂപത്തിലുള്ള ഇൻട്രോഗേറ്റീവ് ഫോം. ചോദ്യരൂപത്തിലുള്ള ടെൻസുകളിൽ ഏത് യൂസ് ചെയ്യാറുണ്ട്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ, ഷാൽ വി ഗോ ദ സിനിമ ടുനൈറ്റ്. ഷാൽ വി, കണ്ടോ, ഷാല് വി സബ്ജക്റ്റ്, അതുപോലെ തന്നെ ഗോ വെർബിൻ്റെ ഫസ്റ്റ് ഫോം. അപ്പോൾ ഷാൽ വി ഗോ, വി ആയതുകൊണ്ടാണ് ഷാൽ വന്നത്, വെർബിൻ്റെ ഫസ്റ്റ് ഫോം വന്നു, ദ സിനിമ ടുനൈറ്റ്. അതൊരു ചോദ്യമാണല്ലേ, നമുക്ക് സിനിമയ്ക്ക് പോയാലോ, നമുക്ക് അങ്ങനെ ഒരു ചോദ്യമായിട്ട് ഇൻട്രോഗേറ്റീവ് ഫോമിൽ അത് തന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസും അതുമായി ബന്ധപ്പെട്ട 6 സിറ്റുവേഷൻസുമാണ്. അപ്പോൾ ഈ 6 സിറ്റുവേഷൻസ് മാത്രം ഞാൻ ഒന്നുകൂടി പറയാം. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ സെക്കൻഡ്, ഫ്യൂച്ചർ പ്രഡിക്ഷൻസിനെ, അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ വേണ്ടിയിട്ട്, അത് തിങ്ക് ആകാം, തിങ്ക്, ബിലീവ്, ഹോപ്പ്, എക്സ്പെക്റ്റ്, പ്രതീക്ഷകൾ നൽകുന്ന അത്തരം സാഹചര്യങ്ങളിലാകാം ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ടു ഡിനോട്ട് പ്രോമിസ്, ഓഫർ, റിക്വസ്റ്റ്, വാണിങ്. പ്രോമിസ് ആകാം, ഓഫർ ആകാം, റിക്വസ്റ്റ് ആകാം, വാണിങ് ആകാം. അതിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടു ഡിനോട്ട് ഇൻസ്റ്റൻറ്റ് ഡിസിഷൻസ്, പെട്ടെന്നുള്ള തീരുമാനങ്ങളെ കാണിക്കാൻ വേണ്ടി സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വില്ലിങ്നെസ്സിനെ കാണിക്കാൻ വേണ്ടി, സമ്മതത്തെ കാണിക്കാൻ വേണ്ടി, വില്ലിങ്നെസ്സിനെ കാണിക്കാൻ വേണ്ടിയൊക്കെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞു, ലാസ്റ്റ് വൺ എന്താ പറഞ്ഞത്, ഇൻട്രോഗേറ്റീവ് ഫോമിൽ, ചോദ്യ രൂപത്തിലുള്ള ചില ഫോംസിലൊക്കെ, ചില സെൻറ്റൻസിൻ്റെ ഫോംസിലൊക്കെ ഏത് ടെൻസ് യൂസ് ചെയ്യാറുണ്ട്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഹിൻഡ് വേർഡ്സ്, സ്ട്രക്ചർ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ടെൻസിലേക്ക് പോകാം. നെക്സ്റ്റ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് ING ഫോം ഓഫ് വെർബ്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്? സബ്ജക്റ്റ് പ്ലസ് വില്ല് അല്ലെങ്കിൽ ഷാൽ പ്ലസ് ബി, അതുപോലെ തന്നെ ING ഫോം ഓഫ് ദി വെർബ്. അതാണ് സ്ട്രക്ചർ. അത് ആദ്യം പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ്, എന്നിട്ട് നമുക്ക് ഇത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 3 സാഹചര്യങ്ങളാണ് പ്രധാനമായും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാറുള്ളത്. നോക്കിയേ, ഭാവിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ, ഭാവിയിൽ തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിലൊരു കാര്യമാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം അതിൻ്റെ എക്സാമ്പിൾ,
At this time tomorrow I shall be watching the film. കണ്ടില്ലേ? At this time tomorrow, നാളെ ഈ ടൈമിൽ ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യുമായിരിക്കും? I shall be watching the film. ഞാൻ ഒരുപക്ഷെ സിനിമ കാണുകയായിരിക്കും അല്ലേ, ഫിലിം കാണുകയായിരിക്കും. അപ്പോൾ at this time tomorrow ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ I വന്നു, സബ്ജക്റ്റ്, shall വന്നു, ഓക്സിലറി വെർബ്, പിന്നെ be വന്നു, വെർബിൻ്റെ ing ഫോം. I shall be വാച്ചിങ് ദ ഫിലിം. ക്ലിയർ അല്ലേ? അപ്പോൾ സബ്ജക്റ്റ്, ഷാല്, ബി, വെർബിൻ്റെ ing ഫോം. അപ്പോൾ അറ്റ് ദിസ് ടൈം ടുമാറോ, നാളെ ഈ ടൈമിൽ ഐ ഷാൽ ബി വാച്ചിങ് ദ ഫിലിം, വാച്ചിങ് ദി ഫിലിം. അപ്പോൾ ഞാൻ കാണുകയായിരിക്കും. അപ്പോൾ ഭാവിയിൽ തുടർന്നുകൊണ്ടിരിക്കാവുന്ന ഒരു കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നെക്സ്റ്റ്, നേരത്തെ ആസൂത്രണം ചെയ്ത പ്രോഗ്രാംസ്. നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അങ്ങനെയുള്ള പ്രോഗ്രാംസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും ഏത് ടെൻസാണ് യൂസ് ചെയ്യുന്നത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസാണ് യൂസ് ചെയ്യുന്നത്. നോക്കൂ, they will be going on this summer vacation. they will be, they എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, അതിനോടൊപ്പം എന്ത് വന്നു? will എന്ന ഓക്സിലറി വെർബ് വന്നു, അതുപോലെ be, പിന്നെ വെർബിൻ്റെ ing ഫോം. കണ്ടില്ലേ? അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, നേരത്തെ ആസൂത്രണം ചെയ്ത പ്രോഗ്രാംസ്, നേരത്തെ ആസൂത്രണം ചെയ്ത ഏതെങ്കിലും പ്രോഗ്രാംസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയും ഏത് ടെൻസാണ് യൂസ് ചെയ്യാറുള്ളത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ക്ലിയർ അല്ലേ? സബ്ജക്റ്റ് പ്ലസ് വില്ല് പ്ലസ് ബി പ്ലസ് ing ഫോം. നെക്സ്റ്റ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ ഒരു പ്രവൃത്തിയോടൊപ്പം ഒരു ഫ്യൂച്ചർ ആക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ, അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ, അതായത് രണ്ട് പ്രവൃത്തി ഉണ്ടായിരിക്കും, രണ്ട് ആക്ഷൻസ്, അതായത് രണ്ട് സെൻറ്റൻസ് തരികയാണെങ്കിൽ അതിൽ ഒരു സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ടെൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, രണ്ട് സെൻറ്റൻസിലെ ഒരു ടെൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ അതിനോടൊപ്പം ഒരു ഫ്യൂച്ചർ ആക്ഷൻ, അതിനോടൊപ്പം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ ആ സെൻറ്റൻസിനോടൊപ്പം ഒരു ഫ്യൂച്ചറിലെ ഭാവിയിൽ ഒരു ആക്ഷൻ തുടർന്നുകൊണ്ടിരിക്കും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? രണ്ട് സെൻറ്റൻസ് ഉണ്ടാവും, രണ്ട് ആക്ഷൻസ് ഉണ്ടാവും, രണ്ട് പ്രവൃത്തി ഉണ്ടാവും. അതിലൊന്ന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും, പിന്നെ ഒന്ന് എന്താണ്? അത് പിന്നെ വരുന്നത്, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ അവിടെ ഫ്യൂച്ചർ, ഭാവിയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന, തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനോടൊപ്പം എന്തും കൂടി വരുമെന്ന് ഓർത്ത് വെക്കുക. ഭാവിയിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അതിൻ്റെ കൂടെ എന്തായിരിക്കും വരിക? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയിരിക്കും വരിക. ക്ലിയർ അല്ലേ? അതാണ് പറഞ്ഞത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് രണ്ട് സെൻറ്റൻസ് ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അടുത്തത് പറയുന്നതെങ്കിൽ ഉറപ്പിച്ചോളൂ, അത് എന്ത് ടെൻസ് തന്നെ ആയിരിക്കും? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് തന്നെ ആയിരിക്കും. എക്സാമ്പിൾ നോക്കൂ, ദ ഓഡിയൻസ് വിൽ ബി അപ്ലോഡിങ്. ഓഡിയൻസ് വിൽ ബി അപ്ലോഡിങ് അല്ലേ? നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, വിൽ എന്ന് പറയുന്ന ഓക്സിലറി വെർബ്, ബി പ്ലസ് ing ഫോം ഓഫ് ദി വെർബ്. അതിൻ്റെ കൂടെ നോക്കിയേ, അടുത്ത സെൻറ്റൻസ് നോക്കിയേ, വെൻ ദി ചീഫ് ഗസ്റ്റ് എൻറ്റേഴ്സ് ദ ഓഡിറ്റോറിയം. ചീഫ് ഗസ്റ്റ് അല്ലേ, സബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ എൻറ്റേഴ്സ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഭാവിയിൽ ചീഫ് ഗസ്റ്റ് ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സമയം ഓഡിയൻസ് ഒക്കെ എന്ത് ചെയ്യുകയായിരിക്കും? കൈ ആയിരിക്കാം എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ചീഫ് ഗസ്റ്റ് എൻ്റർ ചെയ്ത് വരുമ്പോൾ എന്ന് പറയുമ്പോൾ അതെന്താണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ദ ചീഫ് ഗസ്റ്റ് നമുക്കറിയാം, എൻറ്റേഴ്സ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം വന്നു, എൻറ്റേഴ്സ് ദ ക്ലാസ് റൂം, ഓഡിറ്റോറിയം അല്ലേ. അപ്പോൾ അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്താ വന്നത്? ദ ഓഡിയൻസ് വിൽ ബി അപ്ലോഡിങ്, വില്ല്, അതുപോലെ തന്നെ ബി എ, ആ വെർബിൻ്റെ ing ഫോം. ക്ലിയർ അല്ലേ? അപ്പോൾ ഓർത്ത് വയ്ക്കുക, രണ്ട് ആക്ഷൻസ് തരുമ്പോൾ രണ്ട് സെൻറ്റൻസിൽ, അതായത് രണ്ട് സെൻറ്റൻസ് കമ്പൈൻ ചെയ്തിട്ട് രണ്ട് ആക്ഷനാണ് പറയുന്നതെങ്കിൽ അതിലൊന്ന് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൽ ഒരു സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റും ആവും, മറ്റേ സെൻറ്റൻസ് എന്തും ആകും? ഭാവിയിൽ നടക്കാൻ പോകുന്ന ആ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഫ്യൂച്ചർ കണ്ടിന്യൂസും ആയിരിക്കും. അതുപോലെ തന്നെ അപ്പോൾ ഓർത്ത് വെക്കുക, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കൂടെ ഭാവിയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ ഏത് ടെൻസാണ് യൂസ് ചെയ്യാറുള്ളത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് പരീക്ഷകൾക്കൊക്കെ ഒരുപാട് ചോദിക്കുന്നതാണ്, തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാല് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം, അല്ലെങ്കിൽ
പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. നമ്മൾ ഈ V3 ഫോമിൻ്റെ മറ്റൊരു പേരാണ് എന്താണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, സബ്ജക്റ്റ് പ്ലസ് വില്ല് അല്ലെങ്കിൽ ഷാല് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം. അപ്പോൾ സ്ട്രക്ചർ ആദ്യം പഠിച്ചു വെക്കുക. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാറുള്ളതെന്ന് നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ ഈ ഭാഗത്തുനിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ടെൻസാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. നോക്കൂ, ഭാവിയിൽ ഒരു ആക്ഷൻ തുടരുന്നുണ്ടാവും എന്ന് കാണിക്കാൻ, ഭാവിയിൽ ഒരു ആക്ഷൻ തുടരുന്നുണ്ടാവും എന്ന് കാണിക്കാൻ ഏത് ടെൻസാണ് യൂസ് ചെയ്യുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, she will have finished her homework by the time you reach back. by the time you reach back. അതാണ് ആ സെൻറ്റൻസിൻ്റെ ക്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ she will have finished her homework. നീ തിരിച്ച് ചെല്ലുമ്പോഴേക്കും, by the time you reach there, നീ തിരിച്ച് ചെല്ലുമ്പോഴേക്കും അവൾ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അവിടെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ആദ്യം നമുക്ക് നോക്കാം. ഷീ സബ്ജക്റ്റ് വന്നു, അതുപോലെ തന്നെ വെർബിൻ്റെ ഓക്സിലറി വെർബ് വന്നു, അതുപോലെ ഹാവ് വന്നു, വില്ല് ഹാവ്, അതുപോലെ തന്നെ വെർബിൻ്റെ തേർഡ് ഫോം, അതുപോലെ തന്നെ വെർബിൻ്റെ തേർഡ് ഫോമും വന്നു. അപ്പോൾ ഷീ വിൽ ഹാവ് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക് ബൈ ദ ടൈം യു റീച്ച് ബാക്ക് അല്ലേ? അവിടെ ഈ ബൈ ദ ടൈം കാണുമ്പോഴേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബൈ ദ ടൈം കഴിഞ്ഞിട്ട് വരുമ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസ് ഇതൊരു ക്ലൂ ആണ്, ഒരു ഹിൻഡ് വേർഡാണ്. ആ ടൈമിനെ സൂചിപ്പിക്കാനുള്ളൊരു ഹിൻഡ് വേർഡാണ് അല്ലേ? ഭാവിയിൽ ഒരു ആക്ഷൻ തുടരുന്നുണ്ടാവും, നീ അവിടെ ചെല്ലുമ്പോൾ അവൾ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കൂ, ഷീ വിൽ ഹാവ് ഫിനിഷ്ഡ്, അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് തന്നെയാണെന്ന് ക്ലിയർ ആയി. പക്ഷേ ഈ ഹിൻഡ് വേർഡ് ഇതിനെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഹിൻഡ് വേർഡ് ഏതൊക്കെയാണ്? ബൈ ദ ടൈം, ബൈ ഡിസംബർ 2021, ബൈ ദ എൻഡ് ഓഫ് ദിസ് മൺഡേ, ബൈ ദാറ്റ് ടൈം, ബൈ ടുമാറോ, ബൈ നൈറ്റ്, ബൈ വീക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഹിൻഡ് വേർഡ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ മനസ്സിലാക്കുക, ബൈ തുടങ്ങുന്ന ഇത്തരത്തിലുള്ള ഹിൻഡ് വേർഡ്സ് ഉണ്ടെങ്കിൽ അത് എന്ത് ടെൻസ് ആയിരിക്കും? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം. അപ്പോൾ ബൈ ദ ടൈം എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ബൈ ദ ടൈം, ബൈ ഡിസംബർ 21, ബൈ ദ എൻഡ് ഓഫ് ദിസ് ഡേ, ഇങ്ങനെയൊക്കെ ഉള്ള ഹിൻഡ് വേർഡ്സ് കണ്ടാൽ ഉടൻ തന്നെ മനസ്സിലാക്കുക അത് എന്ത് ടെൻസ് ആണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഞാൻ ഹിൻഡ് വേർഡ്സ്, അത് ടൈം വേർഡ്സ് ആണ്, ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഹിൻഡ് വേർഡ്സ് ആണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? ബൈ ദ ടൈം, ബൈ ഡിസംബർ 2021, അടുത്ത വർഷത്തെക്കുറിച്ച് പറയുകയാണ് അല്ലേ? ബൈ ദ എൻഡ് ഓഫ് ദിസ് മൺഡേ, ബൈ ദാറ്റ് ടൈം, ബൈ ടുമാറോ, ബൈ നൈറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഹിൻഡ് വേർഡ്സ് അതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നോക്കൂ, അടുത്ത ഒരു സിറ്റുവേഷൻ, ഭാവിയിലെ ഒരു പ്രവൃത്തി നടക്കുന്നതിന് മുൻപായി മറ്റൊരു ആക്ഷൻ, മറ്റൊരു പ്രവൃത്തി നടന്നിട്ടുണ്ടാകും. അതായത് രണ്ട് സെൻറ്റൻസുകൾ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ സെൻറ്റൻസ് ആയിട്ട് തന്നിട്ടുണ്ടാവും. അതിൽ തന്നെ രണ്ട് പ്രവൃത്തി ഉണ്ടായിരിക്കും. ആ രണ്ട് പ്രവൃത്തികൾ ഒന്ന് നടക്കുന്നതിന് മുൻപായിട്ട് മറ്റൊന്ന് കംപ്ലീറ്റ് ആയിപ്പോയി, ഒന്ന് നടക്കുന്നതിന് മുൻപായിട്ട് മറ്റൊന്ന് കംപ്ലീറ്റ് ആയിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസിൽ ഫസ്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റിലായിരിക്കും. അതിൽ ഫസ്റ്റ് സെൻറ്റൻസ് ആദ്യം നടക്കുന്നത് എന്തായിരിക്കും? ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്തുമായിരിക്കും? സിമ്പിൾ പ്രസൻറ്റും ആയിരിക്കും. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഭാവിയിൽ ഒരു പ്രവൃത്തി നടക്കുന്നതിന് മുൻപായി മറ്റൊരു പ്രവൃത്തി കംപ്ലീറ്റ് ആയി പോയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റും സെക്കൻഡ് എന്തുമായിരിക്കും? സിമ്പിൾ പ്രസൻറ്റും ആയിരിക്കും. The patient will have died when the doctor arrives. കണ്ടില്ലേ? The patient will have died. Patient എന്നുള്ളത് സബ്ജക്റ്റ്, will വന്നു, അതുപോലെ തന്നെ have വന്നു, വെർബിൻ്റെ തേർഡ് ഫോം വന്നു അല്ലേ? അപ്പോൾ ഇത് എന്ത് ടെൻസ് ആണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. കണ്ടില്ലേ? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് വന്നു. ആദ്യമേ കംപ്ലീറ്റ് ആയ കാര്യമാണ്, പക്ഷെ അതിന് ശേഷമാണ് അല്ലേ? പേഷ്യൻ്റ് മരിച്ചു കഴിഞ്ഞു. വെൻ ദ ഡോക്ടർ അറൈവ്സ്, ഡോക്ടർ വന്നപ്പോഴേക്കും അല്ലേ? വന്നപ്പോഴേക്കും അല്ലേ? ദ ഡോക്ടർ അറൈവ്സ്, ഇതെന്താണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് രണ്ട് ആക്ഷൻസ്
ഒരേ സെൻറ്റൻസിൽ 2 ആക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഒന്ന് നടക്കുന്നതിന് മുൻപായി മറ്റൊന്ന് നടന്നു കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കാൻ ഏത് ടെൻസാണ് യൂസ് ചെയ്യുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസാണ് യൂസ് ചെയ്യുന്നത്. നടന്നു കഴിഞ്ഞ കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചർ പെർഫെക്റ്റും, അതുപോലെ തന്നെ അല്ലേ നടന്നു കഴിഞ്ഞ ആദ്യം ഫസ്റ്റ് നടന്ന കാര്യത്തെ സൂചിപ്പിക്കാൻ ഫ്യൂച്ചർ പെർഫെക്റ്റും, അതുപോലെ തന്നെ രണ്ടാമത് നടന്ന കാര്യത്തെ സൂചിപ്പിക്കാനായിട്ട് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നു. നമ്മൾ കുറച്ച് മുൻപ് മറ്റേ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ ഇതുപോലെ പറഞ്ഞു, 2 ആക്ഷൻസ് വരുമ്പോൾ അവിടെ ഫ്യൂച്ചറിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയോടൊപ്പം സിമ്പിൾ പ്രസൻറ്റ് വരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് അല്ലേ, ഒരെണ്ണം കംപ്ലീറ്റ് ആയി, ഭാവിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം ഒന്ന് കഴിഞ്ഞപ്പോഴേക്കും മറ്റൊന്ന് കംപ്ലീറ്റ് ആയി എന്ന് കാണിക്കാനായിട്ടും എന്ത് ടെൻസ് യൂസ് ചെയ്യുന്നു? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ടെൻസാണിത്. അതുകൊണ്ട് ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഭാവിയിൽ ഒരു ആക്ഷൻ തുടരുന്നുണ്ടാവുമെന്ന് കാണിക്കാൻ അപ്പോൾ ഈ ഹിൻഡ് വേർഡ് ബൈ ചേർത്ത് വരുന്ന ഹിൻഡ് വേർഡ്സ് ഓർക്കുക. അതുപോലെ തന്നെ ഭാവിയിൽ ഒരു പ്രവൃത്തി നടക്കുന്നതിന് മുൻപായി മറ്റൊരു പ്രവൃത്തി നടന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും ഏത് ടെൻസാണ് യൂസ് ചെയ്യുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിനോടൊപ്പം സിമ്പിൾ പ്രസൻറ്റ് ടെൻസും വരാറുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിനോടൊപ്പം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ഫ്യൂച്ചർ പെർഫെക്റ്റും ഫ്യൂച്ചർ കണ്ടിന്യൂസും നല്ലതുപോലെ മനസ്സിലാക്കി പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ലാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ പറഞ്ഞു. ഫ്യൂച്ചർ ടെൻസിൻ്റെ 4th ഡിവിഷനായ ലാസ്റ്റ് ഡിവിഷനായ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിൻ്റെ സ്ട്രക്ചർ നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. അപ്പോൾ സബ്ജക്റ്റിനോടൊപ്പം വില്ലും ഷാലും അതുപോലെ തന്നെ ഹാവും പിന്നെ ബീൻ എന്നൊരു ഫോമും അതുപോലെ തന്നെ ING ഫോമും വെർബിൻ്റെ ING ഫോമും ചേരുമ്പോഴാണ് അത് എന്ത് ടെൻസായി മാറുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ പഠിച്ചു വെക്കുക. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. നെക്സ്റ്റ്, ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വളരെ റെയറായിട്ട് മാത്രമേ ഈ ടെൻസ് അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. അധികം ചോദിച്ചും കണ്ടിട്ടില്ല എക്സാമിന്. എന്നാലും നമ്മൾ പഠിച്ചു വെക്കുക. ഒരു സാഹചര്യം മാത്രമാണ് ഉള്ളത്. ഭാവിയിൽ ഏതെങ്കിലും ഒരു ആക്ഷൻ, ഏതെങ്കിലും ഒരു പ്രവൃത്തി തുടരുന്നുണ്ടാകും എന്ന് കാണിക്കാനായിട്ട് ഈ ടെൻസാണ് യൂസ് ചെയ്യുന്നത്. ഭാവിയിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി തുടരുന്നുണ്ടാകും എന്ന് കാണിക്കാനായിട്ട് ഏത് ടെൻസാണ് യൂസ് ചെയ്യുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. റെയർലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടെൻസ് ആണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ. ബൈ ദ നെക്സ്റ്റ് സെപ്റ്റംബർ ഐ ഷാൽ ഹാവ് ബീൻ studying in Brilliance Academy for 1 year. ചിലപ്പോൾ അടുത്ത സെപ്റ്റംബർ ആകുമ്പോൾ അടുത്ത വർഷം സെപ്റ്റംബർ ആകുമ്പോൾ ഞാൻ ബ്രില്യൻസ് അക്കാഡമിയിൽ 1 വർഷത്തേക്ക് പഠിക്കുകയായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഭാവിയിൽ ഒരു പ്രവൃത്തി തുടരുന്നുണ്ടാകും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെൻസാണ് ഏതെന്ന് പറയുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ 4 ഡിവിഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന +2 ലെവൽ പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആദ്യം നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യമായിട്ട് ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ ഷീ ഡാഷ് ഹെർ പ്രൊമോഷൻ. ഇതാണ് +2 ലെവലിന് ചോദിച്ചത്. ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ ഷീ ഡാഷ് ഹെർ പ്രൊമോഷൻ. ഞാൻ പറഞ്ഞു തന്നിരുന്നു ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് പഠിച്ചപ്പോൾ ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ എന്നൊക്കെ വന്നു കഴിയുമ്പോൾ അത് എന്ത് ടെൻസ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോഴേ മനസ്സിലാക്കണം അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കിക്കേ. ഷീ ആണ് വരുന്നത്. അപ്പോൾ ഷീയുടെ കൂടെ എന്തേ വരുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്? ഷീയുടെ കൂടെ വില്ലാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ നോക്കൂ, എല്ലാത്തിലും വില്ലാണോ ഉള്ളത്? 2 ഓപ്ഷൻസിൽ മാത്രമേ വില്ലുള്ളൂ. ഒന്നാമത്തേത് വിൽ റിസീവ്, രണ്ടാമത്തേത് ഹാസ് റിസീവ്ഡ്, 3 വിൽ ഹാവ് റിസീവ്ഡ്, ലാസ്റ്റ് 1 റിസീവ്ഡ്. അപ്പോൾ വിൽ റിസീവ് ആണോ വിൽ ഹാവ് റിസീവ്? ഷീയുടെ കൂടെ വില്ലേ വരുള്ളൂ അല്ലേ? അപ്പോൾ വിൽ റിസീവ് ആണോ വിൽ ഹാവ് റിസീവ്ഡ് ആണോ? നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോം എന്തായിരുന്നു? സബ്ജക്റ്റ് പ്ലസ് എന്താണ് വില്ല് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഇവിടെ V1 ഫോം അല്ലേ കിടക്കുന്നത്? അപ്പോൾ ഒരിക്കലും അത് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇത് തന്നെ ഓപ്ഷൻസിൽ നിന്ന് കളയാൻ പറ്റും. അപ്പോൾ ആൻസർ ഏതാ വരിക? വിൽ ഹാവ് റിസീവ്ഡ്. ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ ഷീ വിൽ ഹാവ് റിസീവ്ഡ് ഹെർ പ്രൊമോഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ബൈ
ജൂൺ നെക്സ്റ്റ് ഇയർ കണ്ടപ്പോഴേ മനസ്സിലാക്കണം അത് ഏത് ടെൻസ് ആണ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ബൈ ദ ടൈം എന്ന് വന്നതുകൊണ്ട് തന്നെ അവിടെ ആ ടെൻസിൻ്റെ ഫോം സ്ട്രക്ചർ നോക്കിയിട്ട് കറക്റ്റ് ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് നോക്കൂ, യു ക്യാൻ ട്രസ്റ്റ് ഹെർ, ഷീ ഡാഷ് നോട്ട് ചീറ്റ് യു. മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. യു ക്യാൻ ട്രസ്റ്റ് ഹെർ, നിങ്ങൾക്ക് അവളെ വിശ്വസിക്കാം. ഷീ ഡാഷ് നോട്ട് ചീറ്റ് യു. ഇതിൽ ഏതാവും വരിക? വില്ല് വരുമോ, വുഡ്, ഓട്ട്, കുഡ്. വിൽ, വുഡ്, ഓട്ട്, കുഡ്. അപ്പോൾ ഏതാ വരിക? ഷീയുടെ കൂടെ ഏതേ വരുള്ളൂ? വില്ലേ വരുള്ളൂ എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം, അവൾ ഒരിക്കലും നിങ്ങളെ ചതിക്കുകയില്ലെന്നല്ലേ പറയുന്നേ. അപ്പോൾ ഏതേ ആൻസർ വരുള്ളൂ? വില്ല് അല്ലേ. അപ്പോൾ ഷീ വിൽ, സബ്ജക്റ്റ് പ്ലസ് വില്ല്. ഷീ വിൽ നോട്ട് ചീറ്റ് യു. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 1-2 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നോക്കൂ, വെൻ യു നെക്സ്റ്റ് സീ മീ ഐ ഡാഷ് മൈ ന്യൂ ഡ്രസ്. വെൻ യു നെക്സ്റ്റ് സീ മീ ഐ ഡാഷ് മൈ ന്യൂ ഡ്രസ്സ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. വിൽ വിയർ, വിൽ ബി വിയറിങ്, വിൽ ഹാവ് ബീൻ വിയറിങ്, ഷാൽ വിയർ. എന്നോട് ഞാൻ ഓപ്ഷൻസ് പറയാം. വിൽ വിയർ, വിൽ ബി വിയറിങ്, വിൽ ഹാവ് ബീൻ വിയറിങ്, ഷാൽ വിയർ. ഇനി നമുക്ക് സെൻറ്റൻസിലേക്ക് പോകാം. വെൻ യു നെക്സ്റ്റ് സീ മീ, ഇനി നീ എന്നെ കാണുമ്പോൾ ഐ ഡാഷ് മൈ ന്യൂ ഡ്രസ്സ്, ഞാനിത് ധരിച്ചിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ നോക്കൂ ഓപ്ഷൻസ് എങ്ങനെ വരും? ഐ വിൽ വിയർ ആണോ, വിൽ ബി വിയറിങ് ആണോ? ഐയുടെ കൂടെ ഏത് വരും? അപ്പോൾ നോക്കൂ, വിൽ ബി വിയറിങ് അല്ലേ. വിൽ ബി വിയറിങ്, ഐ വിൽ ബി വിയറിങ് എന്നാണ് പറയുന്നത്. വില്ല് പ്ലസ് ബി പ്ലസ് ING ഫോം ഏതാ വരിക? ധരിച്ചിരിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുമ്പോൾ അത് കണ്ടിന്യൂസ് ടെൻസ് ആണ് വരുന്നത്. അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. വിൽ ബി വിയറിങ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കൂ, ബൈ നെക്സ്റ്റ് വിൻ്റർ. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് തോന്നുന്നു. ദേ വേറൊരു എക്സാമ്പിൾ നോക്കൂ. ബൈ നെക്സ്റ്റ് വിൻ്റർ ദേ ഡാഷ് 4 ഹൗസസ് ഇൻ ദാറ്റ് ഫീൽഡ്. ബൈ നെക്സ്റ്റ് വിൻ്റർ ദേ ഡാഷ് 4 ഹൗസസ് ഇൻ ദാറ്റ് ഫീൽഡ്. അതിന് എക്സാമ്പിൾ അതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഷാൽ ഹാവ് ബിൽഡ്, വിൽ ബിൽഡ്, വിൽ ബി ബിൽഡിംഗ്, വിൽ ഹാവ് ബിൽറ്റ്. അപ്പോൾ നോക്കൂ, ബൈ നെക്സ്റ്റ് വിൻ്റർ ദേ ഡാഷ് 4 ഹൗസസ് ഇൻ ദാറ്റ് ഫീൽഡ്. ഇതിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? വിൽ ഹാവ് ബിൽറ്റ്. വിൽ ഹാവ് ദേ അല്ലേ. അപ്പോൾ വിൽ വരും, അതുപോലെ തന്നെ ഹാവ് പ്ലസ് V3 ഫോം ഏതാ വരുന്നത്? പെർഫെക്റ്റ് ടെൻസ് ആണ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് അതിനോടൊപ്പം വരുന്നത്. അപ്പോൾ വി വിൽ ഹാവ് ബിൽറ്റ്. നെക്സ്റ്റ് നോക്കൂ, ബൈ നെക്സ്റ്റ് മാർച്ച്. ഇത് രണ്ടും ബൈ നെക്സ്റ്റ് വന്നതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം അത് രണ്ടും എന്ത് തന്നെയായിരിക്കും? ഫ്യൂച്ചർ പെർഫെക്റ്റ് തന്നെ ആയിരിക്കും. ബൈ നെക്സ്റ്റ് മാർച്ച് വി ഡാഷ് ലിവിങ് ഹിയർ ഫോർ 5 ഇയേഴ്സ്. ബൈ നെക്സ്റ്റ് മാർച്ച് വി ഡാഷ് ലിവിങ് ഹിയർ ഫോർ 5 ഇയേഴ്സ്. അപ്പോൾ നോക്കൂ, വിയുടെ കൂടെ നമുക്കറിയാം ഷാലേ വരുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് വിൽ ഹാവ് ബീൻ ആണോ, ഷുഡ് ഷാൽ ഹാവ് ബീൻ ആണോ, വിൽ ഹാവ് ആണോ, ഷാൽ ഹാവ് ആണോ? ഏതായിരിക്കും? വി ഷാൽ ഹാവ് ബീൻ. വി ഷാൽ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 5 ഇയേഴ്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ ബൈ നെക്സ്റ്റ് മാർച്ച് വന്നപ്പോൾ തന്നെ സബ്ജക്റ്റ് വി വന്നു, പിന്നെ ഷാൽ വരണം, ഹാവ് വരണം, അതുപോലെ തന്നെ V3 ഫോം വരണം. അപ്പോൾ വിൽ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 5 ഇയേഴ്സ് അല്ലേ. അപ്പോൾ നോക്കൂ, നെക്സ്റ്റ് വി ഡാഷ് മീറ്റ് യു അറ്റ് 10 o'clock. വി ഡാഷ് മീറ്റ് യു അറ്റ് 10 o'clock. കാണും എന്ന് ഉറപ്പിച്ച് പറയുകയാണ് അല്ലേ. അപ്പോൾ എന്താ പറയുക? വി വില്ല്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? വി വിൽ മീറ്റ് യു അറ്റ് 10 o'clock. ഫ്യൂച്ചറിൽ ഉറപ്പിച്ച് പറയുന്ന ഒരു പ്രോമിസ് പറയുകയാണ്, അതുകൊണ്ടാണ് അവിടെ വില്ല് വരുന്നത്. വി വിൽ മീറ്റ് യു അറ്റ് 10 o'clock. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ എക്സാമ്പിൾസ് പറഞ്ഞതും ഓരോ ടെൻസിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞതും ഒക്കെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്താണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടെൻസിൻ്റെ ക്ലാസ് ഇതോടെ തീരുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ വേറെ ടോപ്പിക് ആയിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ടെൻസിലെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.